അന്യണ്ടാ നമ്മളിത് നോക്കാൻ പോകുന്നത് ഗലാട്ട കല്യാണം മിനി സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. ബാക്കി എപ്പിസോഡുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പോയി കണ്ടിട്ട് വരാടാ, എന്നാലും നിങ്ങൾക്ക് കഥ മനസ്സിലാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്ട്രെയിറ്റ് FF കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹാർട്ട്ലി റിതം എന്ന് പറയുന്ന FF നിങ്ങൾക്ക് കാണാവുന്നതാണ്. നോൺ ഷിപ്പിംഗ് FF ആണ് കേട്ടോ, BL അല്ല, ഒരു കോളേജ് റൊമാൻസ് ആണ്. സോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുകടാ. ഒരു അനൗൺസ്മെൻ്റ് ആയിട്ടും എടുക്കാം, ഒരു റിക്വസ്റ്റ് ആയിട്ടും എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് FF കാണാൻ താല്പര്യമാണെങ്കിൽ അമിഗോ ഇൻഡിമോ എന്ന് പറയുന്ന നമ്മുടെ അടുത്തൊരു FF ഉണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് സീരീസ് FF. നിങ്ങൾക്ക് അതും കാണാം. ആകെ 12 എപ്പിസോഡ് അങ്ങാണ്ടേക്കെ ഉള്ളൂ. അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. സോ ഇത്ര പറയാനുള്ളൂ. ഇനി നമ്മൾ അധികം വൈകിക്കുന്നില്ല, നേരെ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇപ്പോൾ കാണിക്കുന്നത് സാറയുടെ വലിയ മാൻഷനാണ്. ഇന്നാണ് അവളുടെ കല്യാണ റിസപ്ഷൻ. എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. അവിടെ വീടിനടുത്തുള്ള എല്ലാവരും, അതായത് അയൽക്കാർ, ബന്ധുക്കൾ, കുടുംബക്കാർ, VIPs, അങ്ങനെ ഒരുപാട് പേര് ആ കല്യാണ റിസപ്ഷന് വരുന്നുണ്ട്. കാരണം ഈ ഫാമിലി എല്ലാവരെയും ഭയങ്കര സപ്പോർട്ടാണ്. ഫിനാൻഷ്യലി ആയാലും ഏത് രീതിയിലായാലും എല്ലാവരെയും കൈ അഴഞ്ഞ് സഹായിക്കുന്ന ഒരു ഫാമിലിയാണിത്. പ്രത്യേകിച്ച് നമ്മുടെ ചോയ് മുത്തശ്ശൻ. സോ ചോയ് മുത്തശ്ശൻ്റെ കൊച്ചുമോളുടെ കല്യാണ റിസപ്ഷന് പിന്നെ ആരെങ്കിലും വരാണ്ടിരിക്കോ? സോ അത്രയും തിരക്കാണ് അവിടെ ഇപ്പോൾ. അപ്പോൾ സാറയുടെ അമ്മയും അപ്പനും സാറയുടെ റൂമിലേക്ക് വരുവാണ്. നിങ്ങൾ നോക്കിക്കോ മനുഷ്യ, അവൾ ഒരുങ്ങാണ്ടായിരിക്കും ഇരിക്കണേ. പിന്നെ അവളെന്ത് ചിരിച്ചോണ്ടിരിക്കോ? അവളുടെ ലൈഫ് തന്നെ വേറൊരു രീതിയിലേക്ക് പോകാൻ പോവല്ലേ, അതും അവൾ ചിന്തിക്കാത്ത രീതിയിൽ. നിങ്ങൾക്കെന്താ മനുഷ്യ പെട്ടെന്നൊരു മാറ്റം പോലെ? അവൾക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ലൈഫാണ് നീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നീ നമ്മളെ തന്നെ അവരിൽ കണ്ടു നോക്കിയേ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതുപോലെ അല്ലായിരുന്നോ? നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അഭിപ്രായം മാറാൻ പോകണില്ല. ഇതാണ് എൻ്റെ ഫൈനൽ ഡിസിഷൻ. എനിക്ക് അവനെ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതും എൻ്റെ മരുമോനായിട്ട്. എടി, ഞാൻ പറയുന്ന ഒന്ന് നീ കേക്ക് പ്ലീസ്, എനിക്കൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ് നേരെ അവർ കയറുന്നത് സാറയുടെ റൂമിലാണ്. നോക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര വലിയ ഷോക്ക്. ബിക്കോസ് സാറ പാട്ടൊക്കെ പാടി ഭയങ്കര ഹാപ്പിയാ ഒരുങ്ങാണ്. എന്തോന്നാ മനുഷ്യത്, കല്യാണം നടക്കാൻ പോണെന്ന് പറഞ്ഞ് വട്ടായതാണോ? എനിക്കെങ്ങനെ അറിയാം? അപ്പോൾ പുറത്ത് നിന്ന് സംസാരം കേൾക്കുന്നതുകൊണ്ട് സാറേ അങ്ങോട്ടേക്ക് നോക്കുവാണ്. എന്താ രണ്ടുപേരും അവിടെ തന്നെ നിന്നളഞ്ഞേ? സാറാ, എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? ഇന്നലെ എന്താടാന്ന് വെച്ചാ ഒരേ കരച്ചിലും പിടിച്ചിലുമായിരുന്നു. ഇപ്പം എന്താടാന്ന് വെച്ചാ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് റിസപ്ഷൻ ഒരുങ്ങുന്നു. ഒളിച്ചോടി വല്ലതും പോയി ഞങ്ങളെ നാറ്റിക്കാനാണോ നിന്റെ പ്ലാൻ? എൻ്റെ പൊന്നമ്മ, ഇന്നലെ വരെ ഞാനും അവനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അവൻ എന്നെ വേണ്ടാന്ന്. സോ എനിക്കും അവനെ വേണ്ട. ഇപ്പം എനിക്കിത് വാശിയാ. അതാ നിന്റെ ഭാവിക്ക് നല്ലത്. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്താ ഇപ്പോൾ കാണിക്കുന്നത് മിസ്റ്റർ ഹാനിൻ്റെ വീട്ടിൻ്റെ പുറത്തുവശത്താണ്. അവിടെ രണ്ടുപേര് തറയിൽ കാലിൻ്റെ മുട്ടുകുത്തി മുഖത്തോട് മുഖം നോക്കി ഇരിപ്പുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ടേയും ജേക്കയും ആണ്. ഇതിൻ്റെ ഓൺ ബട്ടൺ എവിടെ? ഓ ഭാഗ്യം, ഇതുവരെ ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് നാക്കെടുത്ത് ഉള്ളിലിടയേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ JKയുടെ കയ്യിലിരുന്ന് ടോർച്ച് ലൈറ്റ് ഓണാക്കി ടേയുടെ മുഖത്തടിക്കുവാണ്. എടാ മഹാഭാവി, നീ എന്നെ കൊല്ലിക്കോ? ഇല്ല ഏട്ടാ, ഞാൻ എൻ്റെ പൊന്നേട്ടനെ കൊല്ലൂല. വേണമെങ്കിൽ ആളെ വിട്ട് കൊല്ലിക്കാം. എടാ കാലല്ല കയ്യാ. നീ ഒന്നും ചെയ്യണ്ട, ഒന്ന് വാപത്തി മിണ്ടാണ്ടിരുന്നാൽ മാത്രം മതി. ആദ്യം നീ ആ ടോർച്ച് ലൈറ്റ് ഓഫാക്കിയേ. അപ്പോൾ JKയും ആ ടോർച്ച് ലൈറ്റ് ഓഫാക്കിയിട്ട് ഓക്കെ ഏട്ടാ എന്നും പറഞ്ഞ് വായ കൈ കൊണ്ട് പൊത്തിപ്പിടിച്ച് മിണ്ടാണ്ടിരിക്കുവാണ്. അപ്പോൾ JK അടിക്കടാ. ആ ടൈം JK ഒരു അക്ഷരം പോലും മിണ്ടാതെ കയ്യിലിരുന്ന ടോർച്ച് മാറി ടേയുടെ തലക്കടിക്കുകയാണ്. എന്തിനാണോ എൻ്റെ തലക്കടിച്ചേ? നീ എന്ത് തേങ്ങയാടാ ഈ പറയണേ? നീ ആദ്യം ആ കൈമാറ്റ് എന്നിട്ട് നേരെ സംസാരിച്ചേ. ഏട്ടനല്ലേ പറഞ്ഞേ വാ പൊത്തി മിണ്ടാണ്ടിരിക്കാൻ? അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ ആദ്യം എൻ്റെ തല തല്ലി പൊളിച്ചത് എന്തിനാന്ന് പറ. ഏട്ടനല്ലേ അടിക്കടാന്ന് പറഞ്ഞേ, ഞാനും അതുപോലെ അനുസരിച്ചതല്ലേ ഉള്ളൂ. അയ്യോ എടാ പൊട്ട, ഞാൻ പറഞ്ഞത് ഈ ടോർച്ച് ലൈറ്റ് ഓണാക്കി ഇങ്ങോട്ട് അടിക്കാനാണ്. അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് ടോർച്ച് ലൈറ്റ് ഓണാക്കിയിട്ട് തറയിൽ പടേന്ന് അടിക്കാൻ വരികയാണ്. കറക്റ്റ് ടൈമിന് ടേയും JKയുടെ കൈ പിടിച്ച് ടോർച്ച് അടിച്ച് പൊട്ടിക്കാണ്ട് സ്റ്റോപ്പാക്കുവാണ്. എന്താണ് നീ കാണിക്കണേ? ഏട്ടനല്ലേ പറഞ്ഞത് ടോർച്ച് ലൈറ്റ് ഓണാക്കി ഇവിടെ അടിക്കാൻ? അയ്യോ മോനെ, എടാ കുട്ട, ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. ഈ ലൈറ്റ് ഇങ്ങോട്ട് അടിക്കാൻ, അതല്ലേ ഞാനും ചെയ്തേ. അയ്യോ ഇവനിത് കുളം ആക്കും. കുളോ? എവിടെ ഏട്ടാ? കുളമല്ലടാ, സ്വിമ്മിങ് പൂള്. മിണ്ടോണ്ടിരിക്കടാ അവിടെ. ആ ചോയ് മുത്തശ്ശൻ്റെ കൊച്ചുമോൻ ഗൾഫിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്ന് തന്നതാ.
ഇത് നീ അടിച്ചു പൊടിച്ചു കഴിഞ്ഞാൽ രാത്രി മുള്ളാൻ പോകുമ്പോൾ നീ എന്തോ എടുത്തോണ്ട് പോവും? അയ്യോ അത് ശരിയാണല്ലോ. എന്നിട്ട് ടേയും ജെകെയുടെ കയ്യിൽ നിന്ന് ആ ടോർച്ചും പിടിച്ചു വാങ്ങിയിട്ട് ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുക്കാണ്. ദേ കണ്ട, ഇങ്ങനെ തറയിലോട്ട് ലൈറ്റ് മാത്രം അടിക്കാനാ പറഞ്ഞത്, അല്ലാതെ ഈ ടോർച്ച് അടിച്ച് പൊട്ടിക്കാനല്ല. ഓ അങ്ങനെയായിരുന്നല്ലേ, അതങ്ങ് തെളിച്ച് പറയണ്ട ഏട്ടാ. അയ്യോ കൺട്രോൾ കൺട്രോൾ. ശരി ബാപ്പുവാ. ആ ഏരിയയിൽ ഒരൊറ്റ പട്ടികുഞ്ഞു കൂടിയില്ല. കാരണം ചോയ് മുത്തശ്ശൻ്റെ കൊച്ചുമോള് അഥവാ സാറയുടെ കല്യാണ റിസപ്ഷന് പോയേക്കുവാണ് എല്ലാവരും. ഇതൊന്നും അറിയാണ്ടും മനസ്സിലാവാണ്ടും 2 മണ്ടന്മാർ ഒളിച്ചൊളിച്ച് മുട്ടിനഴഞ്ഞ് പോവാണ് കക്കാൻ വേണ്ടി. വഴിയെ ലൈറ്റ് അടിച്ച് എഴഞ്ഞെഴഞ്ഞാണ് പോക്ക്. ഈ മണ്ടത്തരെല്ലാം ഇവർ വരുന്ന അതേ വഴിയിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട്. അത് വേറെ ആരും അല്ല, ജിന്നേട്ടനാണ്. അപ്പോൾ ജിന്നിൻ്റെ മൈൻഡ് വോയിസ്, ഒറ്റ മനുഷ്യന്മാരില്ലാത്ത വീട്ടിലും ഏരിയയിലും വന്ന് കിടന്ന് എഴഞ്ഞു കളിക്കുന്ന കള്ളന്മാർ ഇതാദ്യമായിരിക്കും. ഈ മണ്ടന്മാരെ നോക്കാനാണല്ലോ ദൈവമേ ആ കാലമാടൻ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അയ്യോ തലവിധി എന്നും പറഞ്ഞ് തലക്കടിക്കുവാണ്. അപ്പോൾ ഇവിടെ ഏട്ടാ എന്താടാ അല്ല ഇവിടെ വല്ല പട്ടി ഉണ്ടാവോ? ഓ ഒന്നും മിണ്ടാണ്ടിരിയടാ, എൻ്റെ ഒരാഴ്ചത്തെ വീക്ഷണകോണകത്തിൽ അങ്ങനെ ഒരെണ്ണം ഇവിടെ ഇല്ല. ഇനി ഉണ്ടാവോ? ദൈവമേ കാത്തോണ്ണേ, പൊക്കിളിന് ചുറ്റും അത്തപ്പൂക്കളിടാൻ വയ്യാത്തോണ്ടാ, പ്ലീസ്. അയ്യോ എന്താടാ ഇപ്പൊ എന്താടാ? അല്ല ഏട്ടാ ഞാൻ പാപ്പം കഴിച്ചില്ല, മറന്നുപോയി. പോട്ടി എവിടെ ഏട്ടാ? എവിടെയില്ല, നീ വാ എന്നും പറഞ്ഞ് എഴഞ്ഞെഴഞ്ഞ് വീണ്ടും പോവാണ്. അപ്പോൾ ഒരു കാലിന് മുന്നിൽ വന്ന് സ്റ്റക്കാവുകയാണ്. ഇന്നും അടി വാങ്ങി നക്ഷത്രം എണ്ണാൻ പോകുന്നു എന്ന് മാത്രം കൺഫേമായി. എന്നാലും ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും ഇതാരായിരിക്കും എന്നും പറഞ്ഞ് അങ്ങനെ തല ഉയർത്തി മുകളിൽ നോക്കുകയാണ്. അത് ജിന്നേട്ടനാണ്. സാർ അല്ല സാറെന്താ ഇവിടെ? ഇതിനിടയിൽ ജെകെ എഴഞ്ഞെഴഞ്ഞു വന്ന് ടേ ഇടിന്ന് ഇടിക്കുവാണ് മുന്നോട്ട് പോവാണ്ടിരിക്കുന്നതുകൊണ്ട്. ടേ ഒന്ന് ചുമ്മാ ഇരടാ, അല്ലേലും ആവശ്യമില്ലാത്ത ടൈമിൽ അവന് ശുഷ്കാന്തി കൂടുതലാ. എന്നിട്ട് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുവാണ് 2 പേരും. ടേ ആണ് ജെകെയെ പിടിച്ചെഴുന്നേപ്പിക്കുന്ന. ചേട്ടാ വീട് നമുക്ക് പോണ്ടേ? മിണ്ടാണ്ടിരോടെ പട്ടി. അല്ല വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ സാർ? ആ തരക്കേടില്ല, അതൊക്കെ ഇരിക്കട്ടെ. നിങ്ങളെന്താ ഇവിടെ? കറക്റ്റാ ക്വസ്റ്റ്യനിൽ പിടിച്ചേ. അയ്യോ ആ സാർ ഞങ്ങളൊരു പന്നിയെ പിടിക്കാൻ വന്നത്. ഓഹോ എന്നിട്ട് പിടിച്ചോ? ഇല്ല സാർ അത് കഴുതിപ്പോയി. എന്ത്? അല്ല സാർ കൈ വഴുതിപ്പോയിന്ന്, 2ഉം കൂടെ ഒരുമിച്ചുള്ള. ഓ അങ്ങനെ. അല്ല സാറെന്താ ഇവിടെ? ഞാൻ 2 തൊരപ്പനെലിയെ പിടിക്കാൻ വന്നതാ. അപ്പോൾ ജെകെ എവിടെ നിന്നോ കയറി വന്നിട്ട്, വലിയ എലിയാണോ സാർ? ആ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. പിടിക്കണം സാർ, അതിനെ പിടിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. പല സാധനങ്ങൾ കരണ്ട് തിന്നും സാർ. അതെ എന്നിട്ട് കണ്ടു കിട്ടിയോ സാർ അതിനെ? പിന്നെ എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടോ സാർ? ഇപ്പം തന്നെ അതിനെ 2നെയും പിടിച്ച് സാറിൻ്റെ കൈ തരും. ജെകെ വാടാ. തൊരപ്പനെലിയെ തപ്പാൻ വേണ്ടി 2ഉം കൂടെ അവിടെയൊക്കെ കിടന്ന് പരതുവാണ്. ഇത് 2 ശരിക്കും അഭിനയിക്കുന്നതാ? അതല്ല ഇത്രയ്ക്ക് ബോധം കൂടെ ഇല്ലേ? കളിയാക്കുന്നത് പോലും മനസ്സിലാക്കാത്തതേ പോകുന്ന കണ്ടില്ലേ? ജെകെയും വിളിച്ച് എലിയെ തപ്പാനെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പതിയെ സ്കൂട്ടാവാൻ നോക്കാണ്. അപ്പോൾ ജെകെ എന്തോന്നാ ഏട്ടാ ഇത്? എന്താടാ എന്നെ പറ്റിക്കാൻ നോക്കുവാണല്ലേ? ഏട്ടൻ എന്താ എന്നോട് പറഞ്ഞത്? നമ്മളിന്ന് ഇവിടെ അടിച്ചു മാറ്റാൻ വന്നതാണെന്നല്ലേ? എന്നിട്ടിപ്പോൾ പന്നിയെ പിടിക്കാൻ വന്നതാണ് പോലും. അതും കഴിഞ്ഞ് സാറിന് 2 തൊരപ്പനെലിയും പിടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ച് ദേ കൊണ്ടുപോകുന്നു. ഞാൻ നിങ്ങളെ വിശ്വസിച്ച് പോലീസിൽ അപരിചിതനാണെന്ന് വിളിച്ചു പറഞ്ഞ് ഇങ്ങോട്ട് ഈ ടൈമിൽ ആരും വരരുതെന്ന് കേടപേക്ഷിച്ചു. എന്നെ ഏട്ടൻ പറ്റിക്കാൻ നോക്കുവാണല്ലേ? അപ്പോൾ നീ ആയിരുന്നല്ലേടാ കുരുട്ടെ ഈ പേട്ട് പോലീസിനെ വിളിച്ചു പറഞ്ഞ് ഞാനിട്ട മാസ്റ്റർ പ്ലാൻ വേസ്റ്റ് ആക്കിയത്. അഞ്ജനീയ സ്വാമി ശക്തി കൂടെ. എടാ ജെകെ മിണ്ടാണ്ടിരിക്കടാ. എൻ്റെ പൊന്നു സാറേ ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. പിന്നെ തുണ പറയുന്നോടാ ചേട്ടാ. സാറേ ഞങ്ങളിവിടെ അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെ വന്നതാ. ഒന്നും മിണ്ടാണ്ടിരിക്കടാ തെണ്ടി. ഇല്ല സത്യം പറയാണ്ട് ഞാൻ മിണ്ടാണ്ടിരിക്കില്ല. നിനക്ക് ഞാൻ പിന്നീട് തരാടാന്ന് ഓറി. എന്താ ചേട്ടാ തരാൻ പോണേ? 2 ഒലക്കയൊന്നും വേണ്ട. ഓഹോ അപ്പോൾ നീയൊക്കെ ഇവിടെ മോഷണത്തിന് വേണ്ടി വന്നതാണല്ലേ? അയ്യോ അല്ല സാറേ, ഇവനൊരു പൊട്ടൻ. ഇവന് എന്ത് എപ്പോൾ ആരോട് പറയണമെന്ന് ഒരു ബോധമില്ല അല്ലേടാ? അല്ല എനിക്ക് നല്ല ബോധമുണ്ട്, ചേട്ടനാ ബോധമില്ലാത്ത.
ആ സാറേ, നേരത്തെ ഞാനൊരു അടി കൊടുത്തു, അതിനുശേഷം ബോധം പോയി എന്നാ തോന്നണേ. ആടാ, ഈ ബോധമില്ലാത്തവനെ കൂടെ കൊണ്ട് നടക്കുന്നു. എനിക്ക് തന്നെ ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തത്. എന്താടാ ഒന്നും പറയാണ്ടിരിക്കണേ? മോഷണത്തിന് വന്നത് അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവനിങ്ങനെയൊക്കെ പറയണേ? ആ അത് സാർ, നമ്മളിവിടെ പന്നിയെ പിടിക്കാൻ വന്നതാണല്ലോ. സോ അതിൻ്റെ അനുവാദം ഇല്ലാതെ പിടിക്കുന്നത് ഒരു തരത്തിൽ മോഷണമല്ലേ സാർ? ഓഹോ, അപ്പോൾ ആ മിണ്ടാ പ്രാണിയെ മോഷ്ടിക്കാനാണല്ലേ നീയൊക്കെ വന്നത്? അയ്യോ എൻ്റെ പൊന്നു സാറേ, അല്ല. ഞാനിതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അതെ സാറേ, ഇവനിങ്ങനെ എന്തേലുമൊക്കെ പൊട്ടത്തരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. സാർ അത് കാര്യമാക്കണ്ടെന്നേ. ആഹാ, ഞാൻ പറയുന്നത് പൊട്ടത്തരമല്ലേ? ഞാനിപ്പോൾ സത്യം തെളിച്ചു തരാം സാറേ എന്നും പറഞ്ഞ് പോക്കറ്റിൽ തപ്പുവാണ്. ഇവനിതെന്തോ നീ തപ്പുന്നത്? രമേ വല്ല ബോംബാണ്? ഏയ്, നമ്മുടെ കയ്യിൽ ബോംബൊന്നും ഇല്ലല്ലോ. വല്ല കപ്പ് കേക്കും ആയിരിക്കും. ആ കപ്പ് കേക്ക് വെച്ചിട്ട് എന്തൊരു തെളിയിക്കാൻ? നോക്കാം. വല്ല കപ്പ് കേക്കും ആണെങ്കിൽ കുറച്ച് ചോദിക്കുകയും ചെയ്യാമായിരുന്നു. വിശക്കണം. ഒരു സേഫ്റ്റിക്ക് എടുത്തു വെച്ചത് ഉപകാരമായി. ഇത് എവിടെ? കിട്ടിപ്പോയി. ഇപ്പൊ കാണിച്ചു തരാടാ ഞാൻ ആരാന്ന് ബോധമില്ലാത്ത ചേട്ടാ. ദേ സാർ, ഇതാണ് ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ ചേട്ടൻ വരച്ച മാപ്പ്. ദൈവമേ, ഈ കുരുട്ടി ഇത് എടുത്തോണ്ടാ വന്നത്? അയ്യോ എൻ്റെ പൊന്നു സാറേ, ഇത് എൻ്റേതൊന്നും അല്ല. അയ്യടാ, ചേട്ടൻ്റെ ഡ്രോയിങ് ആരും അടിച്ചുകൊണ്ട് പോകാണ്ടിരിക്കാൻ കോപ്പിറൈറ്റിന് വേണ്ടി ചേട്ടൻ സൈൻ ഇടുമല്ലോ. ദാ കിടക്കണത്. അയ്യോ, ഈ പൊട്ടം തെളിവ് നിരത്തി ഞങ്ങളെ രണ്ടെണ്ണത്തിന് ഒരുമിച്ച് കൊടുക്കാൻ നോക്കുവാണല്ലോ എൻ്റെ ദൈവമേ. അപ്പോൾ ജിന്നേട വന്നിട്ട് എവിടെ നോക്കട്ടെ? ദേ സാറേ, ദേ കിടക്കുന്നു. ഇതടിച്ചോണ്ട് പോകാണ്ടിരിക്കാൻ ഇതെന്തോന്ന് മാപ്പ് കിടക്കണപ്പാ? സാർ എൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യല്ലേ. യു ഡോണ്ട് ഹാവ് ദ റൈറ്റ്. ഓഹോ, അപ്പോൾ പിന്നെ ഇതെന്തോന്നാടാ? ആകാശത്ത് തിരമാലയൊക്കെ എവിടെ? ദേ നോക്ക്. അയ്യോ, അത് തിരമാലയല്ല, മേഘങ്ങളാ. ഓഹോ, അപ്പം ഈ നായോ? അത് നാ അല്ല സാറേ, പക്ഷികൾ. ആണോ? അപ്പോൾ ഈ ഡേഞ്ചർ സിമ്പിൾ എന്താടാ ഇവിടെ? ഒന്നുമില്ല സാറേ, ഞാനതവിടെ ചുമ്മാ കണ്ണ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി വെച്ചെങ്കിൽ ഒന്നുമില്ല. അയ്യടാ, ചേട്ടന് നല്ല മറവിയുണ്ട് സാറേ. അത് പോലീസ് സ്റ്റേഷനാ. ചേട്ടൻ ചത്ത് വീണാൽ പോലും അവിടെ പോകാൻ പാടില്ല. അവിടെ പോയാൽ കമ്പി എണ്ണമെന്നും പറഞ്ഞ് അതെങ്ങനെയാന്ന് വരെ എനിക്ക് പഠിപ്പിച്ചു തന്നു. ഹമ്പോ, എങ്ങനെയാ ചേട്ടാ കമ്പി എണ്ണണേ? അയ്യോ, അപ്പൊ സാറിനും അതൊന്നും അറിഞ്ഞൂടെ? ഞാൻ പഠിപ്പിച്ചു തരാം എന്നും പറഞ്ഞ് JK ജിന്നിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാണ്. അയ്യോ, കയ്യും കെട്ടി നോക്കിക്കാതെ വന്ന് പിടിച്ചു മാറ്റണോ ഇതിനെ? ഓ, ഇതാ വരുന്നു സാർ. കുറച്ചു നേരം നേരം കെട്ടും പിന്നെ പോ. അയ്യോ, എന്നെ കൊണ്ട് വരാൻ പറ്റുന്നില്ല സാർ. ഞാൻ വരാൻ ശ്രമിക്കുന്നു സാർ. അവിടെ ഒന്ന് സ്ലോ മോഷനിൽ ആംഗ്യം കാണിക്കുവാണ്. അവിടെ ഒന്ന് ഡിസ്കോ കാണിക്കാണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണോ? ഞാൻ എത്തി സാർ. അപ്പോൾ ടേ വന്ന് JK കഷ്ടപ്പെട്ട് പിടിച്ചു മാറ്റുവാണ്. അമ്മേ, എല്ലായിടും ഉണ്ടോ നോക്കട്ടെ. ഉണ്ട്. ഇങ്ങനെയാ സാറേ കമ്പി എണ്ണണേ, മറന്നു പോരുത്. കണ്ടേട്ടാ, ഏട്ടൻ പഠിപ്പിച്ച എല്ലാ കാര്യവും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഉണ്ടല്ലേ? എൻ്റെ പുക കണ്ടടങ്ങൂല്ലേ? സൂപ്പർ. അപ്പോൾ ജിന്നേട്ടൻ വന്നിട്ട് ഉണ്ടടാ, ഉണ്ട്, എല്ലാം ഓർമ്മയുണ്ട്. അയ്യോ, ഈ വീട്ടിൽ മോഷ്ടിക്കാൻ വന്ന 2 കള്ളന്മാരെ അതിസാഹസികമായി പിടിക്കാൻ ശ്രമിച്ച സത്യസന്ധനായ പോലീസ് ഓഫീസറെ കൊല്ലാൻ ശ്രമിച്ച് കൃത്യനിർവഹണത്തിന് വന്ന് അതിന് തടസ്സം നിന്നാ നിന്നെ ഞാൻ അഴി എണ്ണുന്നത് എന്താന്ന് വ്യക്തമായി പഠിപ്പിച്ചു തരാടാ. IPC 340-68 അങ്ങനെയൊക്കെ സെക്ഷൻ ഉണ്ടോ? ഉണ്ടടാ, ഉണ്ട്. നിനക്കൊക്കെ വേണ്ടി ഞാൻ പുതുതായി ഉണ്ടാക്കിയത്. ശബ്ദം തരാമെന്ന്. ഈ കുഞ്ഞു ചെറുക്കനെ ഞാൻ വിടും, പക്ഷെ നിന്നെ ഞാൻ വിടുകയല്ലടാ. യു ആർ ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് ദ ഹീസ്റ്റ്. ഓഹോ, എപ്പോ? ഞാൻ അറിഞ്ഞില്ല. അതും പോരാത്തതിന് ഒരു പാവ നിഷ്കളങ്ക ബാല്യത്തിനെ മോഷണത്തിന് പ്രേരിപ്പിച്ച് അവനെയും കൊല്ലാൻ ശ്രമിച്ച നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ. ഞാൻ വേണ്ടൂല. നീ എന്നെ കൊങ്ങണിയിൽ തെറി പറയുന്നോടാ എന്നും പറഞ്ഞ് ടേയുടെ ചെപ്പയ്ക്ക് തന്നെ ഒരു അടി വെച്ചു കൊടുക്കാണ്. മിണ്ടാണ്ടിരിക്കടാ. അല്ല, സാറെന്തിനാ ഇപ്പം എൻ്റെ ചേട്ടനടിച്ചേ? ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തത്. ജോലിയൊക്കെ ചെയ്തോ, പക്ഷെ എൻ്റെ ചേട്ടനടിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് JK ജിന്നിട്ട് ഒരു യമണ്ടൻ അടി കൊടുക്കാണ്. അത് പൊളിച്ചടാ JK, കൊടുകൈ.
ആ, ഒരു പോലീസുകാരനെ ആളെ വിട്ട് അടുപ്പിക്കുന്നോടാ. IPC സെക്ഷൻ. എൻ്റെ പൊന്നെ സാറേ, ഇനി സെക്ഷൻ താങ്ങൂല ഞാൻ. എന്നാലും നിന്നെ ഞാൻ കുടുക്കും. ഓഹോ, തീരുമാനിച്ചല്ലേ? അങ്ങനെയൊക്കെ ആണല്ലേ കാര്യങ്ങൾ? ആടാ, അങ്ങനെയൊക്കെ തന്നെ. സാറിൻ്റെ കയ്യിൽ ഇതിനൊക്കെ എന്ത് തെളിവാണുള്ളത്? അപ്പോൾ കയ്യിലിരുന്ന മാപ്പ് പൊക്കിയിട്ട് ദേ ഇതാ എൻ്റെ കയ്യിലുള്ള നിന്നെയൊക്കെ കൊടുക്കാനുള്ള ആകെ തെളിവ്. അപ്പോൾ പെട്ടെന്ന് അത് തട്ടിപ്പറിച്ചിട്ട് ഇനി എങ്ങനെ കേസ് തെളിയിക്കും? ഞാൻ കളിക്കില്ല, ഞാൻ അമ്മയെ പറഞ്ഞു നോക്കും. ഹൈ ചേട്ടൻ ബുദ്ധിമാൻ. കൊള്ളാം ചേട്ടാ, നന്നായിട്ട് ഓട് അങ്ങനെ ഓട്. അല്ല സാറേ, ആകെയുള്ള തെളിവല്ലേ ഏട്ടൻ കൊണ്ടുപോയേ? ആ അതെ. അപ്പൊ സാർ അത് പുറകെ ഓടി സാഹസികമായി പിടിക്കണ്ടേ? ആ അതെ. എന്നാ പോയി പിടിക്ക് സാറേ. ആടാ എന്ന് പറഞ്ഞ് ടേയുടെ പുറകെ തന്നെ വച്ച് പിടിക്കുന്നുണ്ട്. ടേ മുന്നേ ആ മാപ്പും കൊണ്ട് ഓടാ, ജിന്ന് പുറകെ ഓടാ. അങ്ങനെ മുടിഞ്ഞ ചേസിങ്. ഡേ നിക്കടാ അവിടെ. അപ്പൊ ടേയും ഓടിക്കൊണ്ടിരുന്നിടത്ത് സ്റ്റക്കായി നിൽക്കുവാണ്. എനിക്കെന്തേലും പവറുണ്ടോ? ഇതാദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങനെ തലതെറിച്ച് ഓടേണ്ടിയിരുന്നു. വെറുതെ മനുഷ്യന്റെ ഹോഴ്സ് പവർ കളഞ്ഞു. എന്നിട്ട് ഓടി വന്ന് ടേ പിടിക്കുവാണ്. പിടിച്ച് ഇനി നീ എങ്ങനെ രക്ഷപ്പെടാൻ പോണെന്ന് എനിക്കൊന്ന് കാണണം. സാറേ, ഇതൊന്ന് പിടിച്ചാണ് എന്നും പറഞ്ഞ് ആ മാപ്പ് ജിന്നേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് തിരിഞ്ഞോടാണ്. ഇതിങ്ങനെയൊന്നും അല്ലടാ. പോയി. അല്ല, ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ? അങ്ങനെ ജിന്നേട്ടൻ ഓരോന്നിങ്ങനെ പറഞ്ഞ് ടേ ഓടുന്നത് നോക്കി നിൽക്കാണ്. അപ്പോൾ ടേ ഇവിടെ ഓടി JKയുടെ അടുത്ത് വരികയാണ്. ഹായ് എൻ്റെ ഏട്ടാ ഫസ്റ്റ്. അപ്പോൾ ടേ JKയുടെ തലക്കിട്ട് 2 കൊട്ടും കൊടുത്തിട്ട് ഡേ വാട ഇങ്ങോട്ട് എന്നും പറഞ്ഞ് JKയുടെ കയ്യും പിടിച്ച് ഓടി ജിന്നേട്ടൻ്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് ജിന്നേട്ടൻ്റെ കയ്യിലിരുന്ന് ആ മാപ്പും പിടിച്ചു വാങ്ങിച്ചിട്ട് താങ്ക് യു സർ എന്നും പറഞ്ഞ് വീണ്ടും ഓടുവാണ്. അപ്പോൾ JK മിണ്ടാണ്ടിരിക്കാണ്ട്, അയ്യോ സാറ് നമ്മൾ ഓടിച്ചിട്ട് പിടിക്കണം. ആ അത് ശരിയാണല്ലോ. അയ്യോടാ കോല, നിനക്ക് ഞാൻ പിന്നീട് തരാടാ. തരുമ്പം കുറച്ച് കനത്തിന് തന്നെ തരണേ ഏട്ടാ. ആടാ മോനെ, നല്ല കനത്തിന് തന്നെ തരാം. അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പോൾ കാണിക്കുന്നത് ചോയ് മാൻഷനിലാണ്. സാർ അവിടെ ഫ്രണ്ടിൽ, അതായത് ഈ ബ്രൈഡൊക്കെ ഇരിക്കേണ്ട പ്ലേസിൽ ഇരിക്കാണ്. കയ്യിലെ വാച്ചിലും ഫോണിലും മാറി നോക്കുന്നുണ്ട്. അയ്യോ, ഈ തെണ്ടികൾ വരും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാനിങ്ങനെ ഒടിഞ്ഞൊരുങ്ങി വലിയ ആള് കാണിച്ചു വന്നത്. ഇവന്മാരെങ്ങാനും വന്നില്ലേ, ഞാൻ ചത്തുകളയും. ഓഹോ, അയ്യോ പന്നികളെ പെട്ടെന്ന് വാ. ഇനി അവർ വന്നിട്ടുണ്ടെങ്കിലാ? നേരെ എൻ്റെ റൂമിലാണ് വന്നതെങ്കിലാ? അയ്യോ, എങ്ങനെയാലും ഇവിടെ നിന്ന് നൈസായി സ്കൂട്ടാവണം. അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്താ ഇപ്പോൾ ചോയ് മാൻഷൻ്റെ പുറത്ത് മതിലിൻ്റെ അപ്പുറം സൈഡാണ് കാണിക്കുന്നത്. അപ്പോൾ സുഖം മേളിലോട്ട് നോക്കി എന്നിട്ട് ഹമ്പോ ഡേ ഞാൻ വീട്ടിൽ പോട്ടാ. ഡേ പിന്നെന്ത് ഇതെന്തോന്നത്? കൊടുമുടിയാ? ഇതെന്ന് കയറി തീരും? നിൻ്റെലും വല്ല ഐഡിയ ഉണ്ടാ? ഞാൻ എന്തോന്ന് ഐഡിയ കായ്ക്കണം മരോ? എൻ്റെലൊന്നുമില്ല. അയ്യോ, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് എങ്ങനെയും അകത്ത് കയറിയേ പറ്റൂ. നീ എന്തേലും ഒരു വഴി പറഞ്ഞു താ എന്ന് പറഞ്ഞ് സുഖേനിങ്ങനെ പിടിച്ചിട്ട് കുലുക്കാണ്. ഡേ എന്നെ ഇങ്ങനെ പിടിച്ച് കുലുക്കാതടാ, എൻ്റെ ബുദ്ധി ചിലപ്പോൾ തീർച്ച ആ മരത്തിൻ്റെ മണ്ടയ്ക്ക് പോകും. മരം കിട്ടി. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ഓടിക്കൊണ്ടിരുന്ന 2 കള്ളന്മാരെയാണ്. അവർ രണ്ടുപേരും ഓടി ചോയ് മുത്തശ്ശൻ്റെ വീട്ടിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. കല്യാണ വീട്. കക്കാനും നിറയെ സാധനം കാണും, ഫുഡും കഴിക്കാം ഫ്രീ. അധികം ആരും ശ്രദ്ധിക്കൂല. ദ സേഫസ്റ്റ് പ്ലേസ്. ടു ബി കണ്ടിന്യൂഡ്. അടുത്ത നല്ലൊരു FFI കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു സോ മച്ച്. അരാങ്ങേ ബഗുഷിപ്പോ ആൻഡ് മിസ് യു സോ മച്ച്.